ഗുജറാത്തിലെ ഭുജിലൂടെയുള്ള എൻ്റെ യാത്ര ചെന്നെത്തി നിന്നത് ആദിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തെ അതിമനോഹരമായ ഒരു സ്കൂളിലാണ്. ക്രിസ്തുനാഥൻ്റെ നാമധേയത്തിലുള്ള ഈ ഗംഭീരമായ ഒരു സ്കൂളിൽ 3000-ഓളം കുട്ടികളാണ് വന്ന് പഠിച്ചു പോകുന്നത്. ഈ അടുത്ത കാലത്തായി പണി കഴിപ്പിച്ച ആദിപ്പൂർ ക്രൈസ്റ്റ് സ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് മുഴുവനായും എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്ന സ്കൂള് എന്നുള്ള രീതിയിൽ ഏറ്റവും മികച്ച സ്കൂളായിട്ട് ഇത് മാറി നിൽക്കുകയാണ്. ഗുജറാത്തിലെ ഭുജ് എന്ന് പറയുന്ന പ്രദേശത്ത് മറ്റൊരു സ്കൂളിനും അവകാശപ്പെടുവാൻ പറ്റാത്ത വിധത്തിലുള്ള സംവിധാനങ്ങളാണ് ഈ ആദിപ്പൂർ ക്രൈസ്റ്റ് സ്കൂളിൽ എനിക്ക് കാണുവാൻ സാധിച്ചത്. 2 ഷിഫ്റ്റായിട്ടാണ് ഇവിടുത്തെ സ്കൂളിലെ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. അതുപോലെയുള്ള അതിമനോഹരമായ സ്കൂളിലും അഡ്മിഷൻ ഫുള്ളാണ് എന്ന് പറയുമ്പോഴാണ് ഇതുപോലെയുള്ള തീരപ്രദേശങ്ങളിൽ ക്രൈസ്തവ മിഷണറിമാർ ചെയ്തു വരുന്ന നന്മകൾ ലോകം അറിയേണ്ടതാണ് എന്നുള്ള ചിന്തയിലേക്ക് എന്നെ കൊണ്ടുചെന്ന് എത്തിച്ചത്. സാധാരണക്കാർക്ക് പോലും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർക്ക് ഇളവുകൾ നൽകിക്കൊണ്ടാണ് ഈ സ്കൂളിൽ പാവപ്പെട്ടവരെ പഠിപ്പിച്ചു പോരുന്നത് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നല്ല ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു നാടിനെ രക്ഷിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ, ഒരു പ്രദേശത്തെ മുഴുവൻ നിന്ന് നന്മയിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഈ ക്രൈസ്തവ മിഷണറിമാർ തെളിയിച്ചിരിക്കുകയാണ്. ചെറിയ പ്രായത്തിൽ കടന്നു വരുന്ന കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകി ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ നല്ല ജോലിയിലേക്കും നല്ല ജീവിത നിലവാരത്തിലേക്കും മാറുന്നു എന്നുള്ളതാണ് നാം ഓരോരുത്തരും മറക്കാൻ സൂക്ഷിക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്. സ്കൂളിൻ്റെ ചുവരുകളിൽ മുഴുവനും ക്രൈസ്തവ മിഷണറിമാർ നടത്തുന്നതായതുകൊണ്ട് ക്രിസ്തുനാഥൻ്റെ ആലേഖനങ്ങളൊക്കെ എനിക്ക് കാണുവാൻ സാധിച്ചു. ക്രൈസ്റ്റ് എന്നെഴുതിയിരിക്കുന്ന ഭാരത് പെൻസിലാണ് കുട്ടികൾ അനുദിനം ഈ ഒരു സ്കൂളിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് മിഷൻ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു പ്രാധാന്യം എടുത്തു കാണിക്കുകയാണ്.